ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ 3 സീരീസ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 150 ടോപ്പിക്സിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അത് രാവിലെ 7 മണിയോട് കൂടിയിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഉച്ചയ്ക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തൊരു ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഫാക്റ്റും കൂടി കൂട്ടിക്കൊഴിച്ചും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവാറുണ്ട്, SCRT ഉണ്ടാവാറുണ്ട്, പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് നേരവും നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ. അപ്പോൾ അത് മിസ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഇതിനിടെ പറഞ്ഞോട്ടെ, നമ്മൾ CPO അല്ലെങ്കിൽ CPO അതുപോലെ തന്നെ വുമൻ CPOയുടെ ക്ലാസ്സുകൾ പെയ്ഡ് ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കോഴ്സ് ഫീസ് 1500 രൂപയാണ്. ഫുൾ സിലബസ് വൈസ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ 62389489 എന്ന് പറഞ്ഞ നമ്മുടെ നമ്പറിലേക്ക് 489111 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറും ടെലിഗ്രാമിൻ്റെ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് നോക്കി വാട്സാപ്പ് മെസ്സേജ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ റെലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ തരുന്നുള്ളൂ. ചുമ്മാ അൺനെസസറി ഫാക്റ്റ് ഒന്നും തരാറില്ല. കാരണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് വേണ്ടത് മാത്രം പഠിക്കാനായിട്ട് ഇനിയെങ്കിലും ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ക്ലാസ്സുകളിലൂടെ ചെയ്യാറുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സി ദ ഫസ്റ്റ് വൺ. UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. UN നിങ്ങൾക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ആണ് അല്ലെ, ഐക്യരാഷ്ട്രസഭയാണ്. അപ്പം UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആയിരിക്കുന്ന ആരാണ്? അരിന്ദം ബാഗ്ചി. മറന്നു പോകില്ല കേട്ടോ, അരിന്ദം ബാഗ്ചി പഠിച്ചു വെക്കണം. ഇപ്പൊ തന്നെ പഠിച്ചേ. UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബാഗ്ചി. ഇദ്ദേഹം ഒരു ഇന്ത്യൻ നയതന്ത്രജ്ഞനാണ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ 2023 ഒക്ടോബർ 16 അദ്ദേഹം എന്ത് ചെയ്ത UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതരാവുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം 2024 ജനുവരി 3 വരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കറണ്ട് അഫയർ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെങ്ങാനും പ്രസ്താവന ചോദിച്ചാൽ നിങ്ങളുടെ മാർക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ 2023 ഒക്ടോബർ 16 ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനാവുന്നത്. ഇദ്ദേഹം ഇന്ത്യൻ നയതന്ത്രജ്ഞനാണ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായിട്ട് 2024 ജനുവരി 3 വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ഓർത്തു വയ്ക്കുക, UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ PSC ചോദിക്കാറുണ്ട്. നമുക്കും വരും എക്സാമിനേഷന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നെ ഇത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, ഏകാത്മകതാ കി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏകാത്മകതാ കി പ്രതിമ എന്ന് പറയുന്നത് 108 അടി ഉയരമുള്ള ശങ്കരാചാര്യരുടെ പ്രതിമയാണ്. ഇത് ഏകാത്മകതാ കി പ്രതിമ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു പ്രതിമയെ കുറിച്ച് പറയുകയുണ്ടായി. കുറച്ചു പേർക്കെങ്കിലും അത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതിന്റെ ആൻസർ എന്താണെന്നൊന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. അത് നിങ്ങൾ അവിടെ പോയി വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഓർമ്മയിൽ അത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. തിരിച്ചു വന്നേ. ഏകാത്മകതാ കി പ്രതിമ. ഏകാത്മകതാ കി പ്രതിമ ഞാൻ പറഞ്ഞു ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ളൊരു പ്രതിമയാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലെ ഓംകാരേശ്വറിലാണ്. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള പ്രതിമയാണ് ഏതെന്ന് പറയുന്ന ഏകാത്മകതാ കി പ്രതിമ. വേണമെങ്കിൽ PSCക്ക് ചോദിക്കാവുന്ന ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. ഇത് പഠിക്കണം. അടുത്തത് നോക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിങ്ങൾക്കറിയാം, ഇടയ്ക്ക് അതിനു മുമ്പ് വരെ നമ്മൾ പാലക്കാട് നിന്നാണ് പഠിച്ചു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്ക് എന്താണ്, വീണ്ടും ഇടുക്കി ജില്ല അതിന്റെ പ്രതാപം വീണ്ടെടുത്തു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിൽ ഏതാണ്? ഇടുക്കിയാണ്. 4612 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 4612 4612 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കിയുടെ വിസ്തീർണം. കേരളത്തിൽ നിലവിൽ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അപ്പൊ 2ാം സ്ഥാനം ആർക്ക് പോയി? പാലക്കാടാണ് അല്ലെ. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു പാലക്കാടാണ് ഏറ്റവും വലിയ ജില്ല. അല്ല, നിലവിൽ ഏതാണ്? ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, 2ാമത് വലിയ ജില്ല പാലക്കാട്, 3ാമത് വലിയ ജില്ല മലപ്പുറം, 4ാമത് വലിയ ജില്ല തൃശ്ശൂര്,
അഞ്ചാമത് വലുത് എറണാകുളം. അതൊന്നും അത്ര റെലവെന്റ് അല്ല, ഒന്നും രണ്ടും പഠിച്ചു വെക്കുക. ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കി. രണ്ടാമത് വലുതാണ് ഇത് പാലക്കാട്. ഇടുക്കി ജില്ലയുടെ വിസ്തീർണം എത്രയാണ്? 4612 ചതുരശ്ര കിലോമീറ്റർ. നമ്മുടെ ക്ലാസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുവാണ് കേട്ടോ. ഞാൻ ഫുൾ പ്ലേലിസ്റ്റ് 150 ടോപ്പിക്സിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും വൈകുന്നേരത്തെ ഈ ക്ലാസ്സിന്റെയും ഒക്കെ ഫുൾ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയുടെ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ വേണമെന്നാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. പുതിയതായിട്ട് വന്നവരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, വയോജന ദിനത്തോടനുബന്ധിച്ച്, വയോജന ദിനം എന്നാണ് നിങ്ങൾക്കറിയാം ഒക്ടോബർ 1 ആണ് അല്ലെ. അപ്പൊ വയോജന ദിനത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കിയ ക്യാമ്പയിൻ. വയോജന ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ ക്യാമ്പയിൻ ആണ് ഇത് തിരികെ സ്കൂളിൽ. തിരികെ സ്കൂളിൽ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നെക്സ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് നമ്മുടെ കോഴിക്കോട് അല്ലെ. കോഴിക്കോടിനാണ് എന്താ യുനെസ്കോയുടെ എന്ത് കിട്ടിയത്? സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം. ഇന്ത്യയിൽ ആദ്യത്തേതാണെന്നാണ് പറയുന്നത് കോഴിക്കോട്. അങ്ങനെയാണെങ്കിൽ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ ആദ്യ ലോക നഗരം, ലോകത്തിൽ ആദ്യം ഏതായിരുന്നു? ആദ്യമായിട്ട് നേടിയത് പ്രാഗാണ് കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് ആയിരുന്നു ആദ്യം നേടിയത്. ശ്രദ്ധിക്കുക, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ലോക നഗരമാണെങ്കിൽ അത് പ്രാഗ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ട്? കോഴിക്കോട് നഗരത്തിന് സാഹിത്യ നഗര പദവി ലഭിച്ചത്. ഇനി സിറ്റി ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ സംഗീത നഗര പദവി ലഭിച്ചത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിനാണ് കേട്ടോ. അത് ഓർത്തു വെച്ചേക്കാം. സംഗീത നഗര പദവി ലഭിച്ചത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിന്. സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. സംഗീത നഗര പദവി ഇത്തവണ ലഭിക്കുകയുണ്ടായത് ആർക്കാണ്? മധ്യപ്രദേശിലെ ഗ്വാളിയോർ. സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ലോക നഗരം ചോദിച്ചാൽ അത് പ്രാഗ്. ക്ലിയർ അല്ലേ? 2023 നാശം വിതച്ച ഒരു ചുഴലിക്കാറ്റായിരുന്നു ഏത്? മിഷോങ് ചുഴലിക്കാറ്റ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ബേസ് ചോദിച്ചിട്ടുണ്ട്. മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് മ്യാൻമാർ. മിഷോങ്, മ്യാൻമാർ. അപ്പൊ ഈ ചുഴലിക്കാറ്റിന് പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് പ്രധാനമായിട്ടും 13 രാജ്യങ്ങളാണ് പേര് നൽകുന്നത് അല്ലെ. ഇന്ത്യ, ഇറാൻ, മ്യാൻമാർ, മാൽദീവ്സ്, ഖത്തർ, ഒമാൻ, യമൻ, UAE, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള 13ഓളം രാജ്യങ്ങളാണ് സാധാരണ പേര് നൽകാറ്. ഈ പേര് നൽകുമ്പോഴത്തേക്കും ജാതി, വർഗ, ലിംഗ, മതഭേദമന്യേ പേര് നൽകണമെന്നും 8 അക്ഷരത്തിൽ കുറവുള്ള പേരായിരിക്കണം നൽകണത്. അത് ആരെയും മുറിവേൽപ്പിക്കുന്ന പേരാകാൻ പാടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഉച്ചരിക്കാൻ എളുപ്പമുള്ള പേരായിരിക്കണം. ഇങ്ങനെ കുറച്ച് നിയമാവലികളൊക്കെ ഉണ്ട് ഈ പേരിടുന്നതിന് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, US-ലെ മെരിലാൻഡിൽ അനാവരണം ചെയ്ത 19 അടി ഉയരമുള്ള അംബേദ്കറുടെ പ്രതിമയാണ് സമത്വ പ്രതിമ. ഇന്ന് നമ്മൾ ഓൾറെഡി ആദ്യമേ ഒരു പ്രതിമ പഠിച്ചായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പൊ പറയുന്നു സമത്വ പ്രതിമ. സമത്വ പ്രതിമ ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമയാണ്. 19 അടി ഉയരമാണ് പ്രതിമയ്ക്കുള്ളത്. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്ന US-ലാണ്, US-ലെ മെരിലാൻഡിലാണ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമയാണ് ഈ സമത്വ പ്രതിമ. സമത്വ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് റാം വി സുധർ ആണ് കേട്ടോ. പ്രശസ്ത ശില്പി റാം വി സുധർ ആണ് ഈ പ്രതിമയുടെ ശില്പി. ഇപ്പൊ ഇന്ത്യക്ക് പുറമെ സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയുടെ പുറത്ത് വേറെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് ഇത് സമത്വ പ്രതിമ. 19 അടി ഉയരമുണ്ട് പ്രതിമയ്ക്ക്. മെരിലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഇത്രയും ടോപ്പിക്ക്. കാരണം കറക്റ്റ് ഒരു ടൈമിൽ തരുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്തിടുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുവാണ്. നമുക്കിനി വേറൊരു ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്